ദ്രൗപദി, നിനക്ക് നീയെടുത്ത നിർണയത്തിൽ സന്തോഷമുണ്ടോ തോഴി? ശാന്തമാകൂ ദ്രൗപദി. ഗോവിന്ദ, നാം എന്താണ് ഈ ചെയ്തത് ഗോവിന്ദ? നാം എന്തിനാണ് ഇങ്ങനെ ഒരു നിർണയം സ്വീകരിച്ചത്? ഇത്തരം ഒരു അനാചാരം നമ്മുടെ മനസ്സിൽ ജന്മം എടുത്തത് എങ്ങനെയാണ് ഗോവിന്ദ? ഒരു സ്ത്രീക്ക് 5 പുരുഷന്മാരെ എങ്ങനെയാണ് വിവാഹം കഴിക്കുവാൻ സാധിക്കുക? ഇത് അധർമ്മമാണ് ഗോവിന്ദ, ഇത് അധർമ്മമാണ്. നീ അധർമ്മമാകുന്ന നിർണയമെടുത്തത് എന്തിനായിരുന്നു ദ്രൗപദി? പിന്നെ നാം എന്താണ് ചെയ്യേണ്ടത് ഗോവിന്ദ? കുന്തി മാതാവിന്റെ 4 പുത്രന്മാരുടെ സന്യാസം നമുക്ക് എങ്ങനെ അനുവദിച്ചു കൊടുക്കുവാൻ സാധിക്കും? ഇക്കാര്യം ചിന്തിച്ചപ്പോൾ തന്നെ മാതാവിന്റെ ഹൃദയം തകർന്നു പോയിട്ടുണ്ടാവും. എന്നിട്ടും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ സമക്ഷം ഒരു തുള്ളി അശ്രു പോലും അവർ പൊഴിച്ചില്ല. അപ്പോൾ നാം സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് സ്വാർത്ഥയാകുന്നത് എപ്രകാരമാണ് ഗോവിന്ദ? രാജകുമാരൻ അർജുനന്റെ കാര്യം, അദ്ദേഹത്തിന്റെ മുഖത്തെ നിരാശ നാം ദർശിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ സുഖത്തിന്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ സുഖത്തിന് വേണ്ടി 4 രാജകുമാരന്മാർ ത്യാഗം ചെയ്യുന്നത് നാം എങ്ങനെ സഹിക്കും ഗോവിന്ദ? ഈ രാജകുമാരന്മാരിലാണ് സമൂഹത്തിന്റെ സമസ്ത പ്രതീക്ഷകളും നിലകൊള്ളുന്നത്. ഈ സമൂഹത്തെ നാം എങ്ങനെയാണ് നിരാശപ്പെടുത്തുന്നത്? ഇതുകൊണ്ടാണ് നാം ഈ അധർമ്മം പ്രവർത്തിച്ചത് ഗോവിന്ദ. നമുക്ക് മറ്റൊരു മാർഗവും ദർശിക്കുവാൻ കഴിഞ്ഞില്ല. ഇത്രയും ജനങ്ങളുടെ സൗഖ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് നീ ഈ നിർണയമെടുത്തത് ദ്രൗപദി. അപ്പോൾ ഇത് അധർമ്മമാകുന്നത് എങ്ങനെയാണ്? സമുദ്രത്തിനടിയിലുള്ള ചിപ്പികളിൽ ചരൽക്കല്ലകപ്പെട്ടാൽ ചിപ്പി ആ ചരൽക്കല്ലിനെയും മുത്തിന്റെ രൂപത്തിൽ പരിവർത്തനം ചെയ്യുന്നതാണ്. നീയും ഇന്ന് ഈ അധർമ്മത്തെ ഏറ്റവും വലിയ ധർമ്മമായി പരിവർത്തനം ചെയ്തിരിക്കുകയാണ് ദ്രൗപദി. നാം നിന്നിൽ അഭിമാനിക്കുകയാണ് ദ്രൗപദി. ഗോവിന്ദ, അങ്ങ് നമുക്ക് സമ്മാനമായി നൽകിയിരുന്ന ആ 5 വർണ്ണശിലകൾ
ധർമ്മത്തിന്റെ 5 ആധാരങ്ങളാണത്. അവതരിച്ചിച്ചപ്പോൾ നമുക്ക് പ്രതീതമായത് എന്താണെന്ന് ഗോവിന്ദ അങ്ങ് നമ്മോട് പഞ്ചപാണ്ഡവരെ വിവാഹം കഴിക്കണമെന്ന് ആജ്ഞാപിക്കുകയാണെന്നാണ്. ഗോവിന്ദ, അങ്ങിത് യഥാർത്ഥത്തിൽ ധർമ്മമാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. ഒരിക്കലുമില്ല. ഈ കാര്യത്തെ ധർമ്മമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലെ സ്ത്രീകളുടെ ഹൃദയത്തിനെ മുറിവേൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഇത് അധർമ്മം തന്നെയാണ്. സദാ അധർമ്മമായി തന്നെ കരുതുന്നതുമാണ്. എന്നാൽ നിന്റെ മനസ്സിലുള്ള കരുണയാണ് നിന്നെ ഇപ്രകാരം പ്രവർത്തിപ്പിച്ചിരിക്കുന്നത് തോഴി. ആ കരുണ തന്നെയാണ് ധർമ്മത്തിന് ആധാരമായിട്ടുള്ളത്. നമുക്ക് മനസ്സിലാകുന്നില്ല ഗോവിന്ദ. നാം നിനക്ക് 5 വർണ്ണശിലകൾ നൽകിയിരുന്നില്ലേ ദ്രൗപദി? അത് ധർമ്മത്തിന്റെ ഉപദേശമായിരുന്നു. ധർമ്മം ആജ്ഞയിലൂടെ നടപ്പിലാക്കുവാനേ സാധിക്കുകയില്ല. എന്നാൽ നീ ഇപ്പോൾ ധർമ്മത്തിന്റെ ആ 5 ആധാരങ്ങൾക്കും ഹൃദയത്തിൽ സ്ഥാനം നൽകിയിരിക്കുകയാണ്. ജ്ഞാനം ബുദ്ധിക്ക് സ്ഥിരത നൽകുന്നു. ക്ഷമയാണെങ്കിൽ മനസ്സിന് സ്ഥിരത നൽകുന്നു. സ്നേഹമാണ് ഹൃദയത്തിന് സ്ഥിരത നൽകുന്നത്. സമർപ്പണമാണെങ്കിൽ ശരീരത്തിന്റെ ആസക്തികളെയെല്ലാം ശാന്തമാക്കി ശരീരത്തിന് സ്ഥിരത നൽകുന്നതാണ്. പിന്നെയുള്ളത് ന്യായം. ന്യായമാണ് ആത്മാവിന് സ്ഥിരത നൽകുന്നത്. മനസ്സും ബുദ്ധിയും ഹൃദയവും ശരീരവും പിന്നെ ആത്മാവും. ധർമ്മത്തിന്റെ ഈ 5 ആധാരങ്ങളും ശാന്തവും സ്ഥിരവുമാകുമ്പോൾ മനുഷ്യന്റെ മനസ്സ് കരുണാപൂരിതമാകുന്നതാണ്. ഇതാണ് ധർമ്മമെന്നറിയപ്പെടുന്നത്. നീ ധർമ്മത്തെ ആധാരമാക്കിയാണ് ഇപ്പോൾ ഈ നിർണയം സ്വീകരിച്ചിരിക്കുന്നത് തോന്നി. അതിനാൽ ഇക്കാര്യം നീ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം പാപമാവുകയില്ല ദ്രൗപദി. അഞ്ച് പതികളോടൊപ്പം നാം എപ്രകാരം ജീവിക്കും ഗോവിന്ദ? ഒരേ സമയം എല്ലാവരോടും എങ്ങനെ നീതി പുലർത്തും? നമ്മുടെ കർത്തവ്യങ്ങൾ എപ്രകാരമാണ് പാലിക്കുവാൻ സാധിക്കുക? പിന്നെ ഈ സമൂഹത്തിന്റെ അധിക്ഷേപങ്ങൾ നാം എപ്രകാരം സഹിക്കും? നമ്മെക്കുറിച്ച് ജനങ്ങൾ ഇനി എന്തെല്ലാമായിരിക്കും ചിന്തിക്കുക ഗോവിന്ദ? ആരുടെ ശിരസിലാണോ ധർമ്മം വസിക്കുന്നത് അവരുടെ ചരണങ്ങളിൽ സാക്ഷാൽ ഈശ്വരൻ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതാണ്.
നീ അഗ്നിയിൽ നിന്നുമാണ് ജന്മമെടുത്തിരിക്കുന്നത് ദ്രൗപദി. അഗ്നിയുടെ മറ്റൊരു നാമമാണ് പാവകൻ. അഗ്നി ഏവരെയും പരിപാവനമാക്കുന്നതാണ്, സമസ്ത അശുദ്ധികളെയും നശിപ്പിക്കുന്നതുമാണ്. നമുക്ക് വിശ്വാസമുണ്ട് ദ്രൗപദി, നിന്റെ സമീപത്തേക്ക് എത്തിച്ചേരുന്ന ആത്മാക്കൾ പവിത്രമായിരിക്കും. ചിന്തിതയാകാതിരിക്കൂ തോഴി. എപ്പോഴെല്ലാം ജീവിതത്തിൽ നിനക്ക് ഏതു തരത്തിലുള്ള സഹായം ആവശ്യമായി വരികയാണെങ്കിലും അപ്പോൾ നാം നിന്റെ ഈ തോഴൻ വാസുദേവ കൃഷ്ണൻ അവിടെ ഉപസ്ഥിതനാകുന്നതാണ് ദ്രൗപദി. यदा यदा हि धर्मस्य ग्लानिर्भवति ഇത് നമ്മുടെ വാഗ്ദാനമാണ്. अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम्. നീ ചെയ്യേണ്ടത് ധർമ്മത്തിന്റെ 5 ആധാരങ്ങളെ ശിരസിൽ വഹിക്കുക എന്നത് മാത്രമാണ്. ഹസ്തിനപുരത്തെ സിംഹാസനം നിന്നെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്.